ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. പ്രിയങ്കയുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോലീസുകാർ കണിമംഗലത്തോട്ട് വന്നിരിക്കുവാണ്. വരുണിനോട് CA കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് മാത്രമല്ല ചോദ്യം ചെയ്യാനുള്ളത്, ഈ വീട്ടിലെ എല്ലാവരോടും എനിക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്നുള്ള ഭാവത്തിൽ നല്ല ഒരു മര്യാദരാമനെ പോലെ നിൽക്കുവാണ് ചന്ദ്രശേഖർ. സാറേ, ഞങ്ങൾ 3 പേരോടെ വന്ന് പ്രിയങ്കയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയതും ആ മൃതശരീരം ദഹിപ്പിച്ചതും ഇവിടെയുള്ള ആർക്കും അറിയത്തില്ല. ഒരു പെൺകുട്ടി കത്തിക്കരിഞ്ഞു മരിച്ചു. അവളുടെ മൃതദേഹം നിങ്ങൾ ഏറ്റുവാങ്ങി അത് ദഹിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും ഈ വീട്ടിലുള്ളവരാരും തന്നെ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടല്ലോ മിസ്റ്റർ ചന്ദ്രശേഖർ. ചെറിയച്ഛനും ഈ മക്കളും ചേർന്ന് ആ പെൺകുട്ടിയെ തീർത്ത് കളഞ്ഞതാണോ? ആ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രശേഖർ ഒന്ന് ഞെട്ടുന്നുണ്ട്. സാറേ, ഞങ്ങളിത് മനഃപൂർവ്വം ഒളിച്ചു വെച്ചതല്ല. പ്രിയങ്കയുടെ അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതെ ഇരിക്കുവാണ്. ഈ വിവരമല്ലോ അദ്ദേഹത്തോട് പറഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്നിട്ടാണ് ഞങ്ങളിത് ആരോടും പറയാതെ മറച്ചു വെച്ചിരിക്കുന്നത്. നല്ല ഗംഭീരമായ കാരണങ്ങളാണല്ലോ നിങ്ങൾ നിരത്തിയിരിക്കുന്നത്. ഈ കാരണങ്ങൾ മാത്രം മതി എനിക്ക് നിങ്ങളെ 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ. അപ്പോഴെങ്ങനെയാണ് തീരുമാനം? നിങ്ങളെ 3 പേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം, അതോ നിങ്ങളെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുപോയി തനിയെ ചോദ്യം ചെയ്താൽ മതിയോ? അത് കേട്ടിട്ട് വരുൺ CAയോട് പറഞ്ഞു, സാറേ പ്ലീസ്, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിർത്തട, നിങ്ങൾ നിരപരാധികളാണ് പോലും ഇല്ലേ? നിങ്ങൾക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ കണ്ട തെറ്റുകളൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടിയത് എന്താണ്? ഇനി പ്രിയങ്കയുടെ ഭർത്താവെന്ന നിലയിൽ നിന്നെയാണ് ഞാൻ ആദ്യം കൊണ്ടുപോകാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങ് ചെന്ന് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. ഹാളിൽ നടക്കുന്ന സംസാരവും ബഹളവും ഒക്കെ ഇട്ടിട്ട് പത്മിനി ഓടി അങ്ങോട്ട് വരുവാണ്. എന്താ സാർ എന്തിനാ എൻ്റെ മോനെ കൊണ്ടുപോകുന്നത്? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അപ്പോൾ മുത്തശ്ശിയും പരമേശ്വരനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശിക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയാവൂ. പരമേശ്വരനോ പത്മിനിക്കോ ഇതൊന്നും അറിയില്ല. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്ക്. മകൻ്റെ ഭാര്യ കാണാതായെന്ന് മാത്രമല്ലേ നിങ്ങൾക്കറിയാവൂ? എന്നാലേ മകൻ്റെ ഭാര്യയെ ഈ വീട്ടിൽ നിന്നും 3 പേർ മുഖംമൂടി ധരിച്ചു വന്ന് ഇവിടുന്ന് കടത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. ഇത് കേട്ട് പത്മിനിയും പരമേശ്വരനും എല്ലാം അങ്ങ് ഞെട്ടുവാണ്. ഈ വീട്ടിലെ ഓഫീസ് റൂമിൻ്റെ മുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTVയിൽ ഈ ദൃശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് പരമേശ്വരൻ പറയുന്നു, അതിന് വരുണിനെ നിങ്ങൾ എന്തിനാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അവനെ എന്തിനാ കസ്റ്റഡിയിലെടുക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടുത്തെ അകത്തളത്തിലല്ല അന്വേഷിക്കേണ്ടത്. നിങ്ങൾക്ക് അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധം ഉണ്ടെങ്കിലേ പുറത്തുപോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ട് വരണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിങ്ങനെ അന്വേഷിക്കുന്നതല്ല നല്ലത്. അല്ലാതെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചെന്ന് വരുത്തി തീർക്കാനും മറ്റുള്ളവർക്കൊരു വാർത്തയുണ്ടാക്കാൻ വേണ്ടി കണിമംഗലത്ത് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങളെ അനുസരിപ്പിക്കാൻ നിങ്ങളെ സീനിയർ ഓഫീസർമാർ പലരും എൻ്റെ ചങ്ങാതിമാരാണ്. അത് നിങ്ങൾക്കറിയാവോ? അയ്യോ, അതെനിക്കറിയാം സാറേ. ഇത്രയും സമ്പത്തും സൗകര്യമുള്ള നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്വാധീനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് CI പറയുന്നുണ്ട്. എന്നാലും സാറേ, നിങ്ങളുടെ മകനെ എനിക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അത് നിങ്ങൾക്കൊരിക്കലും തടയാൻ പറ്റില്ല. ഞാൻ തടയും, എനിക്ക് തടയാൻ കഴിയും. എൻ്റെ കൺമുന്നിൽ വെച്ച് ഇവനെ പിടിച്ചോണ്ട് പോകാൻ നിങ്ങൾക്കാവില്ല. കണിമംഗലം പരമേശ്വരൻ്റെ സ്വാധീനം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാവുന്നതല്ലേ? വെറും 24 മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയ പ്രിയങ്കയെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. സാർ എവിടുന്ന് തിരിച്ചു കൊണ്ടുവരുമെന്നായി പറയുന്നത്? കത്തിച്ചു കളഞ്ഞ ചാരത്തിൽ നിന്നോ? എന്നാ പോലീസ് ഓഫീസർ പറയുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടുവാണ്. എന്താണ് അങ്ങനെ പറഞ്ഞത്? പരമേശ്വരൻ പെട്ടെന്ന് CIയോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ പറഞ്ഞത്? കത്തിച്ചു കളഞ്ഞെന്നോ? മിസ്റ്റർ പരമേശ്വരൻ, നിങ്ങളൊരു വിഡ്ഢിയെപ്പോലെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളെ വിഡ്ഢിയാക്കിയത് ഞാനല്ല, നിങ്ങളുടെ ഈ 2 മക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ അനുജൻ ചന്ദ്രശേഖറും. ഇവർ 3 പേരും ചേർന്നാണ് പ്രിയങ്കയുടെ ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങിയതും ഇവർ കൊണ്ടുപോയി കത്തിച്ചതും. സാറ് എന്തൊക്കെയായി പറയുന്നത്? വെറുതെ കള്ളക്കഥയൊന്നും പറയല്ലേ. ഇത് കള്ളക്കഥയൊന്നുമല്ല. മുന്നിൽ നിൽക്കുമല്ലേ കുറ്റവാളികൾ. ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഇവരോട് ചോദിച്ചു നോക്ക്. സിറ്റിക്ക് പുറത്ത് ഒരു ഒഴിഞ്ഞ മുറിയിൽ പെൺകുട്ടിയുടെ കത്തിക്കരിഞ്ഞ മൃതശരീരം കിടക്കുന്നത് കണ്ടുകൊണ്ട് സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെ വിളിച്ചു വരുത്തിയത്. ഇവരെ മാത്രമല്ല വിളിച്ചു വരുത്തിയത്, ആ പെൺകുട്ടിയുടെ ചേച്ചി രാധികയും. ശവശരീരം മാത്രമല്ല, അതിന് തൊട്ടരികിൽ കിടന്ന വസ്ത്രങ്ങളും കണ്ട് അത് പ്രിയങ്ക തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് രജിസ്റ്ററിൽ അവർ ഒപ്പുവിട്ടു. അങ്ങനെ അത് കൈപ്പറ്റിയത് ഈ നിൽക്കുന്ന 3 പേരും പിന്നെ രാധികയും കൂടിയാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആചാരപ്രകാരം അതങ്ങ് കത്തിച്ചു. എന്നാൽ അതൊരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു. അതിൻ്റെ പിറകിൽ ഇവിടെ നിൽക്കുന്ന ആരുടെയൊക്കെയോ തല പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിതിൻ്റെ അന്വേഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചത്.
എന്താ മിസ്റ്റർ പരമേശ്വരൻ, ഇനി നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ വെല്ലുവിളിക്കണോ? പ്രിയങ്കയെ ജീവനോട് എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുവന്ന് ഇനി നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ കഴിയുമോ? ഇത്രയൊക്കെ തെളിവുകൾ നിരത്തി കഴിയുമ്പോൾ പരമേശ്വരനെ പിന്നെ എന്ത് സംസാരിക്കാനാ? പരമേശ്വരൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അങ്ങനെ പരമേശ്വരൻ മക്കളെയെല്ലാം നോക്കിയിട്ട് നേരെ ചന്ദ്രശേഖരൻ്റെ അടുത്തോട്ട് ചെന്ന് ചോദിക്കുന്നു, ശേഖര, CI സാർ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണെന്ന് ശേഖരൻ തല കുനിഞ്ഞു നിന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് പത്മിനിയാകെ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ കൽപ്പന ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. എന്നിട്ട് പരമേശ്വരൻ സൂര്യയോട് ചോദിക്കുന്നു, ഈ കുടുംബത്തിലെ മൂത്തവനാണ് നീ, എല്ലാത്തിനും കൂട്ടുനിന്ന് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നീ ഒന്നും അറിയാത്തവനെ പോലെ ഈ ഞങ്ങളുടെ മുന്നിൽ നിന്നു അല്ലേ? എന്നിട്ട് വരുണിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, നിനക്കവളെ വെറുപ്പായിരുന്നു, നിന്നോടൊപ്പം അവളെ ജീവിപ്പിക്കില്ലെന്ന് നീ പറഞ്ഞിരുന്നു. പക്ഷേ അവൾ എവിടെയോ അവിടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞുവെന്നറിഞ്ഞിട്ടും നീ ഈ കുടുംബത്തിലെ ആരെങ്കിലും അറിയിക്കണമെന്ന് തോന്നിയോ? അച്ഛാ, ഞാൻ പറയുമായിരുന്നു, എല്ലാവരോടും ഞാൻ ഇതൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഹൃദയം തകർന്നു കിടക്കുന്ന പ്രിയങ്കയുടെ അച്ഛന് ഈ വാർത്ത അറിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്നു പോയി ഞാൻ. എൻ്റെ അച്ഛ, സത്യമായിട്ട് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇത് ഒളിച്ചു വെച്ചത്. വരുൺ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് പരമേശ്വരൻ ചോദിക്കുന്നത്, ഇത് ഒളിച്ചു വെച്ചെന്ന് പറഞ്ഞ് എത്ര കാലം ഇതിങ്ങനെ ഒളിച്ചു വെക്കാൻ സാധിക്കും? ഇപ്പോൾ സുഖമില്ലാതെ ദേവനാരായണൻ തിരുമേനി കിടക്കുന്നു. പക്ഷേ അദ്ദേഹം അസുഖമൊക്കെ മാറി മോളെ തിരക്കുമ്പോൾ എന്തു പറയും നീ? അദ്ദേഹം മകളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ലേ? അപ്പോൾ നീയൊക്കെ എന്തു പറയും? അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് പറയുമോ, നിങ്ങളുടെ മകളെ ആരും അറിയാതെ ഞങ്ങളങ്ങ് കത്തിച്ചു കളഞ്ഞെന്ന്? പരമേശ്വരൻ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ട് ദേവനാരായണൻ നമ്പൂതിരിയും യശോദയും കൂടെ അങ്ങോട്ട് വന്ന് കയറുമ്പോഴാണ് പരമേശ്വരൻ ഇങ്ങനെ പറയുന്നത്. പെട്ടെന്ന് പരമേശ്വരൻ നോക്കുന്നത് അവരുടെ മുഖത്തോടാണ്. ദേവനാരായണൻ തിരുമേനി യശോദയും പരമേശ്വരൻ പറഞ്ഞത് കേട്ടിങ്ങനെ സ്തംഭിച്ച് നിൽക്കുവാണ്. അവിടെ സംസാരിച്ചത് അങ്ങനെ ഇവർ രണ്ടുപേരും കേട്ടല്ലോ എന്ന് കരുതി അവരെല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. ദേവനാരായണൻ വന്നിട്ട് പരമേശ്വരനോട് പറയുന്നു, സാറേ, ഞാനെൻ്റെ മോളെ ഒന്ന് കാണാൻ വന്നതാ, സാർ എൻ്റെ മോളെ ഒന്ന് വിളിച്ചേ. അത് കേട്ടിട്ട് പരമേശ്വരൻ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുവാണ്. എന്താ സാറേ മോളെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാത്തത്? സാർ എന്താ വിളിക്കാത്തത്? പെട്ടെന്ന് മാനസിക നില തെറ്റിയതുപോലായി. എന്നിട്ട് ആ പോലീസുകാരോടൊക്കെ ചോദിക്കുന്നു, സാറേ എൻ്റെ മോൾ എവിടാ? സാർ എൻ്റെ മോളെ അന്വേഷിക്കാൻ വന്നതാണോ? എൻ്റെ മോൾ എവിടെ പോയതാ എന്നൊക്കെ ഇങ്ങനെ തന്ത്രി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ദേവനാരായണൻ യശോദയോട് പറയുന്നു, യശോദ, ഇവർ പറയുന്നതൊന്നും നീ വിശ്വസിക്കല്ലേ, ഇവർ വേറെ എന്തോ പറയുന്നത്, നമ്മളെ മോളെക്കുറിച്ചല്ല, നമ്മുടെ മോൾ ഇവിടെ ഉണ്ട്. ദേവേട്ട എന്താ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് യശോദയും കരയുവാണ്. എന്നിട്ട് വീണ്ടും ദേവനാരായണൻ പരമേശ്വരനോട് ചോദിക്കും, സാറേ എൻ്റെ മോൾ എവിടെയാണ്? അത് കേട്ടിട്ട് പിടിച്ചു നിൽക്കാനാവാതെ പരമേശ്വരൻ രണ്ട് കയ്യും എടുത്ത് തൊഴുതിട്ട് പറയുന്നു, ഇവർ പറയുന്നത് സത്യമാണ്, പ്രിയങ്ക ഇനിയില്ല. അത് കേട്ട് ആകെ തകർന്ന് പെട്ടെന്ന് ദേവനാരായണൻ കുഴഞ്ഞു വീഴുകയാണ് ആ ചേറയിലോട്ട്. പ്രിയങ്ക ഇല്ലെന്നോ? അയ്യോ, എൻ്റെ മോളില്ലെന്നോ? അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്നും പറഞ്ഞ് ദേവനാരായണനും യശോദയും അവിടെ കിടന്ന് പൊട്ടി കരയുവാണ്. യശോദ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ആരാ എൻ്റെ മോളെ കൊന്നത്? ആരാ എൻ്റെ മോളെ കത്തിച്ചത്? നിങ്ങളും ഒരമ്മയല്ലേ, എൻ്റെ മോൾ എവിടെ എന്നൊക്കെ ഇങ്ങനെ യശോദ പത്മിനിയോട് ചോദിക്കുക. സത്യം പറ, ഈ നിൽക്കുന്നതിൽ ആരാ എൻ്റെ മോളെ കൊന്നത്? യശോദ, ഞങ്ങളും ഇപ്പം തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് എന്ന് പത്മിനി പറയുന്നുണ്ട്. ദേവേട്ട, ഇവർ പറയുന്നത് മുഴുക്ക കള്ളവാ ദേവേട്ട, പച്ചക്കള്ളം. നമ്മുടെ മോൾ പ്രിയങ്കയ്ക്ക് ഒരിക്കലും നമ്മളെ വിട്ടു പോകാനാവില്ല. കരഞ്ഞുകൊണ്ട് യശോദ പോലീസുകാരോടും ചോദിക്കുന്നു, സാറേ ഇവർ പറയുന്നതൊക്കെ കള്ളവല്ലേ സാറേ? എങ്ങനെയാ സാറേ എൻ്റെ മോളെ ഞങ്ങൾ അറിയാതെ ഇവർ കത്തിച്ചെന്നൊക്കെ പറയുന്നത്? എനിക്ക് നിങ്ങളോട് ക്ഷമ പറയാനേ പറ്റത്തുള്ളൂ. ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിൽ നിങ്ങളുടെ മൂത്ത മകളും ഉണ്ടായിരുന്നു. യശോദ, ഇത് കള്ളവാ, ഇവർ പറയുന്നതൊക്കെ കള്ളവാ, നീ ഒന്നും വിശ്വസിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവനാരായണൻ നമ്പൂതിരി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നിങ്ങളുടെ മൂത്ത മകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വിശ്വസിക്കാനാവാതെ യശോദ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. എന്നിട്ട് യശോദ ചോദിക്കുന്നു, രാധികയാണോ? വരുൺ പെട്ടെന്ന് ദേവനാരായണൻ്റെ അടുത്തോട്ട് അച്ഛ എന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ, എൻ്റെ അടുത്തോട്ട് നീ വന്നു പോകരുത് എന്നും പറഞ്ഞ് തള്ളി മാറ്റുകയാണ് നമ്പൂതിരി. രാധികയെ നിനക്കിഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്തിത്തരാമെന്ന് ആ മരണക്കിടക്കയിൽ കിടന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? എന്നിട്ട് പിന്നെ എന്തിനാ എൻ്റെ മോളെ കൊന്നത്? പറ, എന്തിനാ എൻ്റെ മോളെ കൊന്നത് എന്നും പറഞ്ഞ് അദ്ദേഹം കുഴഞ്ഞവിടെ വീണ് ബോധം കെട്ട് വീഴുവാണ്. അത് കണ്ടുകൊണ്ട് ദേവേട്ടാ എന്നും പറഞ്ഞ് അലറി കരയുവാണ് യശോദ. അങ്ങനെ ദേവനാരായണൻ നമ്പൂതിരി കുഴഞ്ഞു വീണിങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന കണ്ടുകൊണ്ട് എല്ലാവരും ഓടി വന്ന് പൊക്കാൻ നോക്കുമ്പോൾ യശോദ ദേഷ്യത്തിൽ തൊട്ടുപോകരുതാരും. ഇപ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീണ് ഒരു കുടുംബം മുഴുവൻ ചേർന്ന് ഞങ്ങളുടെ മോളെ കൊന്ന് കത്തിച്ചിട്ട് നിങ്ങൾ സഹായിക്കാൻ വരുന്നോ? ദേവനാരായണനും കുടുംബത്തിനും നിങ്ങളുടെ സഹായം ഇനി ആവശ്യമില്ല എന്നും പറഞ്ഞ് അലറി കരയുവാണ് യശോദ. അത് കണ്ടുകൊണ്ട് CI പറയുന്നു, ഇദ്ദേഹത്തെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അങ്ങനെ അവിടെ കൂടിയിരുന്ന പോലീസുകാരെല്ലാവരും ചേർന്ന് ദേവനാരായണൻ നമ്പൂതിരി അങ്ങനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്.
അങ്ങനെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ യശോദ വരുണിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. യശോദയുടെ ആ നോട്ടത്തിൽ വരുൺ കത്തി ചാമ്പലാകുന്ന പോലാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആ കുടുംബത്തിൽ തന്നെ ശത്രുവുണ്ട്. ആ ശത്രു സ്വന്തം മിത്രത്തിനെയാണ് തകർക്കുന്നത്. ഇതൊന്നും അറിയാതെ പാപം വരുണും സൂര്യയും രാധികയും ശിക്ഷിക്കപ്പെടും. എന്നാൽ ദൈവം സത്യത്തിൻ്റെ ഭാഗത്തായിരിക്കും. കുറച്ച് താമസിച്ചാലും സത്യം തന്നെ വിജയിക്കും. അങ്ങനെ ചന്ദ്രശേഖരൻ്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്യും. അങ്ങനെ ചന്ദ്രശേഖരൻ്റെയും ഉർവശിയുടെയും ഗൗതമിൻ്റെയും എല്ലാം തനി നിറം വെളിച്ചത്ത് വരും. ആ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.